ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുരിങ്ങക്കായയും തക്കാളിയും കൂടെ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ മുരിങ്ങക്കായുടെയൊക്കെ സീസണല്ലേ, അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുരിങ്ങക്കായയും 2 തക്കാളിയും 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ചട്ടിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുരിങ്ങക്കായ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 തക്കാളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു 2 പച്ചമുളകും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവിനാവശ്യമായിട്ട് നമ്മൾ 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് എരിവുണ്ടാകുമ്പോൾ തന്നെയാണ് കേട്ടോ ഈ ഒരു കറി കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നോർമൽ വാട്ടർ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒത്തിരി അധികം ഒന്നും ആകരുത്. ഇതേ രീതിയിൽ കഷ്ണത്തിന് സമമായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു സമയം നമ്മളിതിലേക്കുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഈ ഒരു കഷ്ണത്തിനും ഒക്കെ പാകത്തിന് പിടിക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതിയാകുമേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു സമയത്തേക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് കൂടെ തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് അളവിൽ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ജീരകവും പിന്നെ ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയം തന്നെ നമ്മുടെ കറി ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മുരിങ്ങക്കായ ഒത്തിരി ഉടഞ്ഞൊന്നും പോകണ്ട, ആ ഒരു പാകത്തിൽ നോക്കിയിട്ട് എടുത്താൽ മതിയാകുമേ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ജാറിലേക്ക് ഇത്തിരി ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഈ ഒരു സമയം തന്നെ നമ്മൾ ഇതിലേക്കുള്ള ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്നൊന്നുകൂടെ നോക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 6-7 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്നും തിളവന്ന് തുടങ്ങുന്നുണ്ടാകും. പിന്നെ ഒത്തിരി സമയമൊന്നും വെക്കണ്ട. കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലാകുന്ന സമയം തന്നെ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മോരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മോരില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൈരാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചട്ടിയുടെ ചൂട്ടിലിരുന്നിട്ട് തന്നെ കറിയൊന്ന് കുറുകി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മോരൊഴിക്കുന്ന സമയത്ത് ഫ്ലെയിം അവിടെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി മോരും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കറി തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്കുള്ള വറവൊന്ന് ചെയ്യണം. വറവ് ചെയ്യാനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ 1/4 ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ കടുകൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറവൊന്ന് ചെയ്തതിന് ശേഷം നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അത് അടച്ച് വെക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുരിങ്ങക്കായ കറി തന്നെയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.